ഹായ് ജയ്സ്, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കണുണ്ടോ? ഞാനിപ്പോൾ കാണിച്ചില്ലേ കുറച്ച് ഫോട്ടോ, ചില ആൾക്കാരുടെ കുറച്ച് ഫോട്ടോ. അത് അത് അവരുടെ വിധിയാണ്. എന്നാണ് വെച്ചാൽ അവരുടെ വിധി. പക്ഷെ വിധി മാറ്റാൻ പറ്റും. ഈ നേരത്തെ നിങ്ങൾ എന്നോട് പറഞ്ഞതുപോലെ കാല് എന്താ പറഞ്ഞ മലയാളത്തിൽ മടല് പോലുള്ള കാല്, ഉണങ്ങിയ മടല് പോലുള്ള കാല് അല്ലേ? അത് എന്ത് കുറവങ്ങളാണ് മാഷേ? ആ കുറവങ്ങൾ നോക്കി എന്തിനാ മാഷേ ചിരിക്കുന്നത്? വിഷമിക്കണ്ടല്ലേ വേണ്ടത്. ചിലപ്പോൾ എനിക്ക് ഭക്ഷണം ഇല്ലായിരിക്കും, ചിലപ്പോൾ അസുഖക്കാരനായിരിക്കും. എന്നെ നിങ്ങൾ വല്ല വിവരം ഉണ്ടോ? ഇല്ല അല്ലേ? അതാണ് പറയുന്നത് മാഷേ, വിവരം ഉണ്ടാവണം. ഈ രോഗത്തിന് പറയും ലാക്ക് ഓഫ് ഇൻഫർമേഷൻ. അതെന്ന് വെച്ചാൽ ഈ കൂടുതൽ ആൾക്കാർ, ഈ സ്കൂൾ പോവാത്ത ആൾക്കാർക്ക് ഈ ഡെഫിഷ്യൻസി ഉണ്ടാവും. അറിയോ? ഈ ഡെഫിഷ്യൻസി കൂടുതൽ ഉണ്ടാവുന്നത് സ്കൂൾ പോവാത്ത ആൾക്കാർക്കാണ്. പ്രശ്നമില്ല, അതിന് മെഡിസിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുറച്ച് സോഷ്യലൈസിങ് വേണം. മേ ബി വിത്ത് യുവർ ഫ്രണ്ട്സ് ഓർ വിത്ത് യുവർ ലവഡ് വൺസ് or anybody, just socializing with them, then you can avoid this lack of information. That is a good medicine for you. Okay, just try it. Okay, ഇങ്ങനെ ആൾക്കാരെ കമൻ്റ് ഇട്ട് തന്റെ സ്വന്തം പൈസ കളഞ്ഞ് ആൾക്കാരെ കമൻ്റ് ഇട്ട് വിഷമത്തിലാക്കി നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ മാഷി? ഇങ്ങനെ സന്തോഷിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല ഒരു കമൻ്റ് ഇട്ട് സന്തോഷിപ്പിക്കണല്ലേ? അത് ഗുഡ് ഹെൽത്ത് അല്ലേ? അത് ഒരു കമൻ്റ് ഇട്ടാൽ മറ്റുള്ളവരുടെ ഒരു സന്തോഷം, ഒരു കമൻ്റ് ഇട്ടാൽ അവർ പുഞ്ചിരിക്കും, സന്തോഷിക്കും. അത് തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആരോഗ്യകരമായിട്ട് ഒരു അനുഗ്രഹമാണ് അല്ലേ? ചിലപ്പോൾ വേറെ ആയിട്ടൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ കളിയാക്കി കാല നോക്കി, ചുണ്ട നോക്കി, പല്ലി നോക്കി, ഇങ്ങനെ കളിയാക്കിയിട്ട് വലിയ സന്തോഷം നേടിയിട്ട് നമുക്ക് എന്താ ബാങ്കിൽ അക്കൗണ്ടിൽ പോയിടാണോ? ഇല്ലല്ലോ. ഇങ്ങനെ വിവരമില്ലായ്മ ഒരിക്കലും ഒരു മനുഷ്യനെ ചെയ്യരുത്. എല്ലാവർക്കും കുറവങ്ങളുണ്ട്. ഈ കുറവങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. കാരണം എൻ്റെ കുറവങ്ങൾ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം എനിക്ക് ഒരു ഹെൽത്ത് പ്രോബ്ലം ഒരുപാടുണ്ട്. എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ് പറഞ്ഞാൽ അത് മാറ്റിയെടുക്കാനും കൂടിയാണ് ഞാൻ ഈ റീൽസ് ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെ പണ്ട് ഒരാൾ എൻ്റെ ഒരു വീഡിയോക്ക് ഒരു കളിയാക്കി ഒരു കമൻ്റ് ഇട്ടപ്പോഴേ ഞാനത് പറഞ്ഞില്ല, ചേട്ടാ ഇങ്ങനെ ഒരു കമൻ്റ് ഇടരുത്, എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമാണ്, അതുകൊണ്ട് എൻ്റെ മാനസികാവസ്ഥ മാറാൻ വേണ്ടിയാണ് ഞാൻ ഇച്ചിരി റീൽസ് ചെയ്ത് ജീവിക്കുന്നത്. അത്രയ്ക്ക് മോശമാണ്. വീട്ടുകാർ മാത്രമല്ല, നാട്ടുകാർ മാത്രമല്ല, ബന്ധുക്കൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ്. അപ്പോൾ അത് മാറാൻ വേണ്ടിയാണ് ഞാൻ റീൽസ് ചെയ്യണത്. പിന്നെ അതുമാത്രമല്ല, ഒരു മാസങ്ങളായിട്ടിരിക്കും, വർഷങ്ങളായിട്ടിരിക്കും ഞാൻ ഇതുവരെ ഫാസ്റ്റിംഗ് ആണ്, ഡയറ്റിംഗ് ആണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു. ആ ഇടയിലാണ് ഇങ്ങനെ ഒരു ഉണങ്ങിയ കാല്, മടല്, ഒക്കെ പറഞ്ഞ് നിങ്ങൾ കളിയാക്കുന്നത് മാഷേ. ഞാൻ മാത്രമല്ല, ഒരുപാട് കുറവുകളുള്ള ആൾക്കാരുണ്ട്. അത് അവരുടെ വിധി. പക്ഷെ ഒരു ദിവസം വിധി മാറ്റാനും അവർക്ക് കഴിയും. അതുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനെ ഇങ്ങനെ കളിയാക്കരുത്. നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് പോലും നമുക്കറിയില്ലല്ലോ മാഷേ, അല്ലേ? മാഷിന് പറ്റുമോ സ്വന്തം ഈ യൂട്യൂബിൽ കമൻറ്റ് ചെയ്ത് യൂട്യൂബിൽ ഒരു പ്രൊഫൈൽ ഇടാണ്? മാഷേ പെർഫെക്റ്റ് ആണോ എന്ന് നമ്മൾ നോക്കട്ടെ മാഷേ, കേട്ടോ? ഇട്ട് നോക്കട്ടോ, ഉറപ്പിട്ട് കാണണം മാഷേ പെർഫെക്റ്റ് ആണോന്ന്. അതുകൊണ്ട് മാഷേ ഇനി ഒരിക്കലും മനുഷ്യനെ ഇങ്ങനെ ബാഡ് കമൻറ്റ് കൊടുത്ത് സന്തോഷിപ്പിക്കരുത്, കേട്ടോ? ഒരിക്കൽ APJ അബ്ദുൽ കലാം സാർ വരെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഒരു മനുഷ്യനെ മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്തി സംസാരിക്കരുത് എന്ന്, കേട്ടോ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കുറച്ച് സോഷ്യലൈസിങ് വേണം. കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യുവർ ലവഡ് വൺസ് ആണെങ്കിൽ പ്രശ്നമില്ല. കുറച്ച് നല്ല ബെസ്റ്റ് ഫ്രണ്ട് ഒന്ന് ആശ്രയിച്ച് നോക്ക്, ഒരു വിവരക്കെട്ട്, കേട്ടോ? ഇതുപോലെ ഒരു മണ്ടത്തര മനുഷ്യനെ കാണിക്കരുത്, കേട്ടോ?
നമുക്ക് ഒന്ന് ഒരു ചെയ്ത് ജീവിതം കൊണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോട്ടെ മാഷേ. ഓക്കെ, ഇച്ചിരി കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. എടാ മോനെ, അപ്പോൾ ശരി.